പോരാട്ടം 2. കൊച്ചുതോണി ഒഴുകിക്കൊണ്ടിരുന്നു. ക്രമേണ അഴിമുഖത്ത് എത്തി. പിന്നീട് കടലിൽ ഇറങ്ങി. അപ്പോഴേക്കും നേരം പുലർന്നു. കുഞ്ഞലകൾ കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടി. അങ്ങനെ പുറം കടലിലേക്ക് കൊണ്ടുപോയി. ആ വഴി പോവുകയായിരുന്നു ഒരു ചീനക്കപ്പൽ. മുകൾ തട്ടിൽ നിന്നിരുന്ന കപ്പിത്താൻ കൊച്ചുതോണി കണ്ടു. അയാൾ കപ്പൽ അടുപ്പിച്ചു. എവിടുത്തെ കുട്ടികൾ? അവർ എങ്ങനെ കടലിലായി? അറിയാൻ മാർഗമില്ല. കപ്പിത്താൻ കുട്ടികളെ തോണിയിൽ നിന്നെടുത്തു. പാല് കൊടുത്തു. മെത്തയിൽ കിടത്തി. കമ്പിളി പുതപ്പിച്ചു. കുട്ടികൾ കരച്ചിൽ നിർത്തി. അവർ ഉറക്കമായി. ചീനക്കപ്പൽ കൊടുങ്ങല്ലൂരെത്തി. കപ്പിത്താന് അവിടെ 4 ദിവസത്തെ താമസമുണ്ട്. ധാരാളം ചീനപ്പട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പകുതി അവിടെ വിൽക്കണം. കടലിൽ നിന്ന് കിട്ടിയ കുട്ടികളെയും വിൽക്കാം. അടിമക്കച്ചവടം നടപ്പിലുള്ള കാലം. അടിമകളെ വിലയ്ക്ക് വാങ്ങാം, വേല ചെയ്യിക്കാം, അടിക്കാം, കൊല്ലാം. കേൾപ്പോരും കേൾവിയുമില്ല. അടിമച്ചന്തകളുണ്ട്, കാളച്ചന്തകൾ മാതിരി. കപ്പിത്താൻ കുട്ടികളെ ചന്തയിൽ കൊണ്ടുപോയി. പലരും പട്ടുവാങ്ങി. ആരും കുട്ടികളെ വാങ്ങിയില്ല. ജോലി ചെയ്യാനാണ് അടിമ. ഇവർ കൈക്കുഞ്ഞുങ്ങളാണ്. ജോലി ചെയ്യാറാകാൻ ഇനിയും കുറേ വർഷം വേണം. അതുവരെ വെറുതെ തീറ്റിപ്പോറ്റുന്നതെങ്ങനെ? പാഴ്ചലവല്ലേ? ചന്ത വഴി കടന്നു പോവുകയായിരുന്നു പാലോട്ട് പണിക്കർ. വിൽക്കാൻ കിടത്തിയിരിക്കുന്ന പിഞ്ചു പൈതങ്ങളെ അദ്ദേഹം കണ്ടു. അടുത്തേക്ക് ചെന്നു. എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, ആ ആൺകുട്ടി പണിക്കരെ ആകർഷിച്ചു. അദ്ദേഹം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വളരുമ്പോൾ ഇവൻ 1-ാം തരം പടയാളിയാകും. പണിക്കർക്ക് പടയാളികളുടെ ലക്ഷണങ്ങൾ അറിയാം. ആ ലക്ഷണങ്ങൾ എല്ലാം ഒത്തവനാണ് ഈ ആൺകുട്ടി. അങ്ങനെയൊരു കുട്ടിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. എത്രയോ കുട്ടികളെ ആയുധം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അവരെ പല വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട്. ചില വിദ്യകൾ മാത്രം പഠിപ്പിച്ചിട്ടില്ല. അവ പഠിക്കാൻ അർഹതയുള്ളവൻ ഇവനാണ്. പണിക്കർ അവനെ വിലയ്ക്ക് വാങ്ങി. അവനെയും കൊണ്ട് കളരിയിലേക്ക് പോയി. പെൺകുട്ടിയോ? അവളെ ആരും വിലയ്ക്ക് വാങ്ങിയില്ല. കപ്പിത്താൻ വിഷമിച്ചു. പെൺകുട്ടിയെ വളർത്താൻ കപ്പലിൽ പെണ്ണുങ്ങൾ ഇല്ല. അവളെ കടലിൽ എറിഞ്ഞു കളയട്ടെ, ശല്യം ഒഴിയരുതോ? അങ്ങനെ ആലോചിച്ചു കപ്പിത്താൻ. ആലോചിച്ചതേയുള്ളൂ, ചെയ്തില്ല. അയാൾ ദുരാഗ്രഹിയായിരുന്നു, ദുഷ്ടൻ ആയിരുന്നില്ല. ഏതായാലും വേണാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വിൽക്കാമോ എന്ന് നോക്കുക തന്നെ. കപ്പിത്താൻ വേണാട്ടരജനെ മുഖം കാണിച്ചു. കുട്ടിയെ നിലത്ത് കിടത്തി. പട്ടുകെട്ടുകൾ അഴിച്ച് തിരുമുമ്പിൽ നിരത്തി. വേണാട്ടരജന് കുട്ടികളെക്കാൾ ഇഷ്ടമാണ് പട്ട്. തിളങ്ങുന്ന പട്ടുകൾ പരിശോധിച്ചു തുടങ്ങി തമ്പുരാൻ. സിംഹാസനത്തിന് തൊട്ടുപുറകിൽ നിൽക്കുകയായിരുന്നു രുദ്രാണി. ആരായിരുന്നു രുദ്രാണി? പെൺപട്ടാളത്തിൻ്റെ നായിക. പെൺപട്ടാളമോ? അതെ, വേണാട്ടരജന് ഒരു പെൺപട്ടാളമുണ്ട്. പെൺപട്ടാളക്കാരുടെ അഭ്യാസം, വീര്യം, സാമർഥ്യം അവ പഴഞ്ചൊല്ലായി തീർന്നിരുന്നു. രുദ്രാണിയെ എല്ലാവർക്കും ഭയമാണ്. ഭയം മാത്രമല്ല, ബഹുമാനവും. തമ്പുരാനും അങ്ങനെ തന്നെ. പെൺകുട്ടി കൈകാലടിച്ച് കരഞ്ഞു തുടങ്ങി. രുദ്രാണി അരികത്ത് ചെന്നു. കുട്ടിയെ ഉറ്റുനോക്കി. എന്നിട്ട് നിലത്തിരുന്നു. അവളെ മടിയിലെടുത്തു. താലോലിക്കുകയും ചെയ്തു. പട്ടുകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന തമ്പുരാൻ അത് കണ്ടു. എന്താണിത് രുദ്രാണി? നിനക്ക് ഈ കുട്ടിയെ ഇഷ്ടമായെന്ന് തോന്നുന്നല്ലോ, രുദ്രാണി പറഞ്ഞു. അതേ തിരുമേനി. എന്തെന്ന് അറിഞ്ഞില്ല. അതിയായ വാത്സല്യം തോന്നുന്നു. കഴിഞ്ഞ ജന്മം ഇവൾ അടിയൻ്റെ മകളായിരുന്നോ? അതാണ് സംശയം. കഴിഞ്ഞ ജന്മം രുദ്രാണിക്ക് മകൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? എങ്ങനെ അറിയാനാണ്? ഈ ജന്മം മകളില്ല, അതറിയാം. ഒരു പെൺപോരാളിക്കും ഭർത്താവില്ല, കുട്ടികളില്ല. ഭർത്താവ് പാടില്ല, കുട്ടികൾ പാടില്ല. പടവെട്ടുകയാണ് ആ പെണ്ണുങ്ങളുടെ ജോലി. വീട്ടുകാര്യമല്ല. രുദ്രാണിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അത് പുറത്ത് കാണിച്ചിട്ടില്ല. അതൊരു പോരായ്മയാകും. ഇപ്പോഴിതാ മറിച്ചായി. സ്നേഹം അമർത്തിവെക്കാൻ കഴിഞ്ഞില്ല. അത് പൊട്ടിപ്പുറപ്പെട്ടു പോയി. തിരുമേനി, ഇവളെ അടിയന് വേണം. എന്ത് വിലയും കൊടുത്തുകൊള്ളാം, രുദ്രാണി പറഞ്ഞു. വേണാട്ടരജൻ ഒന്ന് ചിരിച്ചു. എന്താണ് രുദ്രാണി, നിനക്ക് ഭ്രാന്തുണ്ടോ? അദ്ദേഹം ചോദിച്ചു. രുദ്രാണി തമ്പുരാനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യം തെളിഞ്ഞിരുന്നു. തമ്പുരാൻ ചിരി നിർത്തി. രുദ്രാണിയെ അത്ര ഭയമാണ്. അദ്ദേഹം പറഞ്ഞു, നാം വെറുതെ ചോദിച്ചതാണ്. കുട്ടിയെ വാങ്ങിക്കൊള്ളൂ. നമുക്ക് യാതൊരു വിരോധവുമില്ല. രുദ്രാണിയുടെ ദേഷ്യം തീർന്നു. തിരുമേനി, അടിയൻ ഇവളെ വളർത്തും. ആയുധവിദ്യയും പഠിപ്പിക്കും. ഒരു കാലത്ത് ഇവൾ പെൺപട്ടാളത്തിൻ്റെ നായികയാകും. ഇല്ലെന്ന് ആര് കണ്ടു? രുദ്രാണി പെൺകുട്ടിയെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. അപ്പോൾ കുങ്കനോ? കോരൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് കുങ്കൻ പോവുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ. നടന്ന് നടന്ന് വൻ കാട്ടിൻ്റെ നടുവിലായി. രാത്രി കുറെ കഴിഞ്ഞു. കാട്ടുമൃഗങ്ങൾ ഇര തേടി നടക്കുന്നു. കുങ്കൻ ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. കണ്ണും കാതുമുണ്ട്, ശരി തന്നെ. പക്ഷേ അവ പ്രവർത്തിക്കുന്നില്ല. മനസ്സ് നീറിപ്പിടിക്കുകയാണ്. എങ്ങനെ കാണും, എങ്ങനെ കേൾക്കും? അതെ,
മനസ്സ് നീറിപ്പിടിക്കാതെ എന്തു ചെയ്യും? ജ്യേഷ്ഠത്തിയുടെ കുട്ടികൾ, അവരെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു കുങ്കൻ. അവർ പോയി. എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരുന്നത്! ആ ഓമനക്കുട്ടികളെ താൻ തന്നെ വളർത്തും, താൻ തന്നെ ആയുധവിദ്യ പഠിപ്പിക്കും. അവർ പോരാളികളാകും, എതിരാളികളെ കൊന്നൊടുക്കും, പ്രശസ്തി നേടും, ലോകം അവരെ ബഹുമാനിക്കും, അതിൽ താൻ അഭിമാനിക്കും. കഷ്ടം, അതെല്ലാം വെറും സ്വപ്നങ്ങളായിരുന്നു. ഇളം പ്രായത്തിൽ ആ തങ്കക്കുടങ്ങൾ മരിച്ചു. അവരുടെ അമ്മ, തൻ്റെ ജ്യേഷ്ഠത്തി, അവരും മരിച്ചു. ഇനി താൻ ആർക്കുവേണ്ടി ജീവിക്കണം? എന്തിനു ജീവിക്കണം? കുങ്കൻ നടക്കുകയാണ്, ഭ്രാന്തനെപ്പോലെ. ദുഃഖം അയാളെ ഭ്രാന്തനാക്കി. ഒരു ഉദ്ദേശവുമില്ല, ഒരു ലക്ഷ്യവുമില്ല. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ആഹാരം കഴിച്ചിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. ദേഹം തളരുന്നു, കാലുകൾ കുഴയുന്നു. എന്നിട്ടും കുങ്കൻ നടക്കുകയാണ്. എങ്ങോട്ട്? എന്തിന്? അറിഞ്ഞുകൂടാ. ഓർമ്മയിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞ ജീവിതം. എന്തായിരുന്നു ആ ജീവിതത്തിൽ? കൊല, രക്തച്ചൊരിച്ചൽ. പല യുദ്ധങ്ങളും ചെയ്തു, അനേകം പേരെ കൊന്നു. എന്നിട്ടും മതിയായിട്ടില്ല. ഇനിയും യുദ്ധം ചെയ്യണം, ഇനിയും കൊല്ലണം. അതുപോട്ടെ, കോരനെ കൊന്നേ തീരൂ. അതോർമ്മിച്ചപ്പോൾ കുങ്കൻ്റെ രക്തം തിളച്ചു. കോരൻ്റെ ബന്ധുക്കളെ വെട്ടിക്കൊന്നു, വീട് തീയെരിച്ചു. പോരാ, പക പൂർത്തിയായിട്ടില്ല. കോരനെ കൂടെ കയ്യിൽ കിട്ടണം. അവനെ കഷണം കഷണമായി വെട്ടി നുറുക്കണം. അപ്പോഴേ പക തീരൂ, അപ്പോഴേ സമാധാനം കിട്ടൂ. അപ്പോൾ സമാധാനം കിട്ടുമോ? ജ്യേഷ്ഠത്തിയും കൊച്ചനന്തരവരും മരിച്ചുപോയി. കോരനെ കൊന്നു എന്നിരിക്കട്ടെ, മരിച്ചവർ തിരിച്ചു വരുമോ? ഇല്ല, മരിച്ചവർ തന്നെ. എന്തു ചെയ്യും? മനസ്സ് കിടന്ന് തിളയ്ക്കുന്നു. ആടിയും ഉലഞ്ഞും കുങ്കൻ നടക്കുകയാണ്. സഹിക്കവയ്യാത്ത ക്ഷീണം. എണീറ്റ് നിൽക്കാൻ തന്നെ പ്രയാസം. കാലുകൾ കുഴഞ്ഞു പോകുന്നു. എന്നിട്ടും കുങ്കൻ നടക്കുന്നു. വാളിന് എത്ര ഘനം! കൈവിരലുകൾ മരവിച്ചു പോയോ? പരിച്ച ദേഹത്തെ വലിച്ചു താഴ്ത്തുന്നു. എന്നിട്ടും കുങ്കൻ നടക്കുകയാണ്. എന്തൊരു ക്ഷീണം! വയ്യ. കുങ്കൻ നിന്നു. ആരോ കാലുകളെ ബലമായി പിടിച്ചു വയ്ക്കുന്നു. കുങ്കൻ നിന്ന് ചാഞ്ചാടി. ഒരൊറ്റ വീഴ്ച. പിന്നൊന്നും അയാൾക്ക് ഓർമ്മയില്ല. വെറും ശൂന്യത. അങ്ങനെ കുറേ നേരം കിടന്നു. കുങ്കാ! ആരോ വിളിച്ചോ? കുങ്കൻ കണ്ണു തുറന്നു. കണ്ടുകൂടാ. മൂടൽമഞ്ഞോ? കുങ്കാ! വീണ്ടും കേട്ടു ആ വിളി. അയാൾ തലയുയർത്തി. മൂടൽമഞ്ഞിലൂടെ ആരോ അടുത്തേക്ക് വരുന്നോ? ഒരു സ്ത്രീരൂപമോ? തൻ്റെ ദേഹം തടവുന്നോ? ആശ്ചര്യം. ക്ഷീണം മാറുന്നതുപോലെ, മനസ്സ് തെളിയുന്നതുപോലെ, പുതിയ ജീവൻ വീണതുപോലെ. അങ്ങനെ ഒരു തോന്നൽ. കുങ്കൻ ചാടി എണീറ്റു. മുമ്പിൽ നിൽക്കുന്നു ഒരു സ്ത്രീരൂപം. അത്ര സൗന്ദര്യം കുങ്കൻ മുമ്പ് കണ്ടിട്ടില്ല. ദേഹത്തിൽ നിന്ന് 4 പാടും വെളിച്ചം വിതറുന്നു, നിലാവ് പോലെ. ആരാണ്? വനദേവതയോ യക്ഷിയോ? കുങ്കൻ ചോദിച്ചു. വനദേവതയല്ല, യക്ഷിയല്ല, ശാന്തിദേവി. സ്ത്രീരൂപം ഉത്തരം പറഞ്ഞു. വീണ പോലെ ഇമ്പമുള്ളതായിരുന്നു സ്വരം. ശാന്തിദേവിയോ? അങ്ങനെയൊരു ദേവിയെപ്പറ്റി ഞാൻ കേട്ടിട്ടേയില്ല, കുങ്കൻ പറഞ്ഞു. അതെങ്ങനെ നീ കേൾക്കും? പടവെട്ടുക, ചോര ചീന്തുക, കൊല്ലുക, അതല്ലേ നീ അറിഞ്ഞിട്ടുള്ളൂ. ശാന്തിദേവി കുങ്കൻ്റെ തോളത്ത് കൈവച്ചു. കുങ്ക, നിന്റെ മനസ്സ് എനിക്ക് കാണാം. നിനക്ക് വീടില്ല, ബന്ധുക്കളില്ല, പക വീട്ടാൻ നിവൃത്തിയുമില്ല. നിനക്ക് ലക്ഷ്യമില്ല, നിനക്ക് സമാധാനമില്ല. എൻ്റെ കൂടെ വരൂ, നിനക്ക് ലക്ഷ്യം കിട്ടും, സമാധാനം കിട്ടും. സമാധാനം കിട്ടുമോ? മറ്റൊന്നും ഇല്ലെങ്കിലും വേണ്ട, സമാധാനം കിട്ടിയാൽ മതി. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, കോരനെ കണ്ടു കിട്ടണം. ദേവി, കോരനെ കാണിച്ചു തരാമോ? എന്നാൽ ഞാൻ വരാം. ശാന്തിദേവി പുഞ്ചിരി തൂകി. അപ്പോൾ സമാധാനം കിട്ടുമോ? തീർച്ചയാണോ? ആട്ടെ, ഞാൻ നിനക്ക് കോരനെ കാണിച്ചു തരാം. എപ്പോഴെന്ന് ചോദിക്കരുത്, ഒരിക്കൽ സമയം വരും, അന്നാകട്ടെ. കുങ്കൻ സമ്മതിച്ചു. ശാന്തിദേവി അയാളുടെ കൈ പിടിച്ചു. ഭൂമിയിൽ നിന്ന് ഉയരുന്ന പോലെ ഒരു തോന്നൽ. കുറെ കഴിഞ്ഞ് നിലം തൊട്ട പോലെയും. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. കുങ്കൻ ചുറ്റും നോക്കി. വിസ്താരമുള്ള പച്ചപ്പുൽത്തകിടി, തണൽ വിരിക്കുന്ന മരങ്ങൾ, തുള്ളിയൊഴുകുന്ന പൂഞ്ചോല, പല ജാതി മൃഗങ്ങൾ. കുരങ്ങൻ കടുവയുടെ പുറത്ത് സവാരി ചെയ്യുന്നു. മാൻകുട്ടി സിംഹത്തിൻ്റെ വായിൽ തലയിടുന്നു. പെൺ ചെന്നായി മുയൽക്കുട്ടിക്ക് മുല കൊടുക്കുന്നു. കീരിയും പാമ്പും കെട്ടിപ്പിണഞ്ഞ് കളിക്കുന്നു. കുങ്കൻ അത്ഭുതപ്പെട്ടു നോക്കി നിന്നു. അത്ഭുതപ്പെടേണ്ട കുങ്ക, എൻ്റെ സ്ഥാനമാണ് ഇവിടം, ശാന്തിദേവി അറിയിച്ചു. ഇവിടെ ശത്രുതയില്ല, സ്നേഹം മാത്രം. അതാ കാണുന്നില്ലേ ചെറിയ ഗുഹ? നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം, വരൂ. കുങ്കൻ പുതിയൊരു ജീവിതം തുടങ്ങി. കോരൻ എവിടെ? അയാൾ സാമൂതിരിയുടെ തിരുമുമ്പിൽ നിന്ന് ഇറങ്ങി നടന്നു. നാട് കടത്തിക്കൊള്ളട്ടെ, തനിക്ക് ഒരു ദൂഷ്യവും വരാനില്ല. നാട്ടിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? അച്ഛനമ്മമാരില്ല, മറ്റു ബന്ധുക്കളുമില്ല. അവരെയെല്ലാം കുങ്കൻ വെട്ടിക്കൊന്നു. വീടുമില്ല, വീടിനെ കുങ്കൻ കൊള്ളിവെച്ചു. ആട്ടെ, കുങ്കനെ വെറുതെ വിട്ടുകൂടാ.
സൗകര്യം പോലെ അവനെ കണ്ടുപിടിക്കണം, ചതിച്ച് കൊല്ലണം. അതുവരെ ജീവിക്കുക തന്നെ, സുഖമായി ജീവിക്കണം താനും. ഭയപ്പെടാനും സംശയിക്കാനും എന്തിരിക്കുന്നു, പ്രത്യേകിച്ച് ആ ഗുളികകൾ കയ്യിലുള്ളപ്പോൾ. കോരൻ മടിക്കുത്തിൽ നിന്ന് ഡപ്പി എടുത്തു. ആ ഡപ്പിയിൽ കുറേ ഗുളികകൾ ഉണ്ട്. ചിലത് പച്ച, ചിലത് നീല. മന്ത്രശക്തി ഉള്ളവയാണ് ആ ഗുളികകൾ. പച്ച ഗുളിക തിന്നാൽ ഇഷ്ടമുള്ള രൂപം ധരിക്കാം. നീല ഗുളിക തിന്നാൽ പഴയ രൂപം കിട്ടുകയും ചെയ്യും. ആ ഗുളികകൾ കോരൻ്റെ അച്ഛൻ കൊടുത്തവയാണ്. മന്ത്രവാദിയായിരുന്നു അയാൾ. കോരനും കുങ്കനും തമ്മിലുള്ള വൈര്യം അയാൾക്ക് അറിയാം. കോരന് അപകടം പിടഞ്ഞേക്കും. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നാലോ, രൂപം മാറുക തന്നെ. അങ്ങനെ രക്ഷപ്പെടാം. കളരിയഭ്യാസം കഴിഞ്ഞ് കോരൻ മടങ്ങി വന്നില്ലേ, അപ്പോൾ കൊടുത്തിരുന്നതാണ് ആ ഗുളികകൾ. മകനെ, ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം. ഗുളികകൾ കൊടുത്തിട്ട് മന്ത്രവാദി പറയുകയുണ്ടായി, രക്ഷപ്പെടാൻ വേണ്ടി രൂപം മാറിക്കൊള്ളൂ, പക്ഷേ ദ്രോഹിക്കാനായി രൂപം മാറരുത്. ആ വാക്കുകൾ ഇപ്പോഴും ഓർമ്മിച്ചു കോരൻ. ഓ, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും, അതൊന്നും അത്ര കാര്യമാക്കാനില്ല, അയാൾ തന്നോടായി പറഞ്ഞു. നോക്കണേ ഗുരുത്തക്കേട്. കോരൻ കടലോരത്തിലേക്ക് പോയി. അയാൾക്ക് ഒരു ദ്രോഹാലോചനയുണ്ട്. അതിനുവേണ്ടി പച്ച ഗുളിക വിഴുങ്ങാൻ തീർച്ചപ്പെടുത്തി. എന്നിട്ട് നേരെ ഡിസൂസ കപ്പിത്താനെ ചെന്ന് കണ്ടു. ആരായിരുന്നു ഡിസൂസ കപ്പിത്താൻ? കടൽ കൊള്ളക്കാരനായ ഒരു പറങ്കി. മുമ്പൊരിക്കൽ അയാൾ ഒരു കൊലക്കുറ്റം ചെയ്തു. പോർച്ചുഗൽ രാജാവ് അയാൾക്ക് വധശിക്ഷ വിധിച്ചു. ഡിസൂസ മരണദിവസത്തിനു മുമ്പ് തടവ് ചാടി തുറമുഖത്തെത്തി ഒരു കപ്പൽ മോഷ്ടിച്ചു. കുറേ കുറ്റവാളികളെ ഒന്നിച്ചുകൂട്ടി അവരോടുകൂടി കിഴക്കോട്ട് യാത്ര ചെയ്തു. അറബിക്കടലിൽ എത്തിച്ചേർന്നു. കടൽ കൊള്ള തൊഴിലാക്കി. കൊള്ളയ്ക്ക് പറ്റിയ കാലമായിരുന്നു താനും. അറബിക്കപ്പലുകൾ, ഈജിപ്റ്റ് കപ്പലുകൾ, ചീനക്കപ്പലുകൾ, നാടൻ കപ്പലുകൾ, അവയെല്ലാം അറബിക്കടലിൽ ധാരാളം സഞ്ചരിക്കുന്നുണ്ട്. അവയെല്ലാം പറങ്കിക്കപ്പലുകൾ ആക്രമിക്കും. കപ്പൽ യുദ്ധങ്ങൾ സദാ നടന്നുകൊണ്ടിരുന്നു. ഡിസൂസ തരം കിട്ടിയാൽ പറങ്കിക്കപ്പലുകളെയും കൊള്ളയടിക്കും. ആ കുറ്റവാളിക്കുണ്ടോ സ്വരാജ് സ്നേഹം? അയാൾ ചിലപ്പോൾ കേരളക്കരയിൽ ചെന്നിറങ്ങും. പ്രഭുകുടുംബങ്ങളും ക്ഷേത്രങ്ങളും കൊള്ളയടിക്കും. ഡിസൂസ എന്ന് പേര് കേട്ടാൽ മതി, കടലോരത്തിലെ ജനങ്ങൾ ഭയന്ന് വിറയ്ക്കും. ആ ഭയങ്കരനെയാണ് കോരൻ ചെന്ന് കണ്ടത്. കോരന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഡിസൂസയെ കൊല്ലണം. അയാളുടെ കൊള്ളക്കപ്പൽ സ്വന്തമാക്കണം. പറങ്കിക്കപ്പിത്താനായി ജീവിക്കണം. മന്ദലായിനിയിൽ നിന്ന് സാമൂതിരിയുടെ ഒരു കപ്പൽ തയ്യാറാകുന്നു. മറ്റന്നാൾ രാത്രി അത് വടക്കോട്ട് പോകും. ആ വിവരം അറിയിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ആ കപ്പൽ പിടിച്ചെടുക്കാം, കോരൻ സ്നേഹം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഡിസൂസയുടെ സന്തോഷം പറയാനില്ല. കൊള്ളയ്ക്ക് നല്ലൊരു അവസരം കിട്ടിയില്ലേ? കോരനോട് വളരെ നന്ദി തോന്നി. നിങ്ങൾ എന്നോടുകൂടി ഈ കപ്പലിൽ ജീവിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ നല്ലവണ്ണം അറിയാം. അത് എനിക്ക് സഹായമാകും. കൊള്ളയിൽ ഒരു അംശം നിങ്ങൾക്കും തരാം. ഡിസൂസയുടെ മേൽ മരണത്തിൻ്റെ നിഴൽ വീണു കഴിഞ്ഞു. അതുണ്ടോ അയാൾ അറിയുന്നു? അടുത്തതിൻ്റെ അടുത്ത രാത്രി കാര്യം നടന്നു. ഡിസൂസ സാമൂതിരിയുടെ കപ്പൽ കൊള്ള ചെയ്തു. സന്തോഷിക്കേണ്ട കാര്യമല്ലേ? ഡിസൂസയും കോരനും കൊള്ളക്കപ്പലിൻ്റെ മുകൾ തട്ടിലാണ്. ഡിസൂസ മദ്യം കഴിക്കുകയാണ്. പകർന്നു കൊടുക്കുന്നത് കോരനുമാണ്. ക്രമേണ ഡിസൂസ കുടിച്ച് വശം കെട്ടു. എന്നിട്ടും കോരൻ മദ്യപാത്രം നിറച്ച് നീട്ടി. വേണ്ട, ആവശ്യത്തിൽ അധികം കഴിച്ചിട്ടുണ്ട്, ഇനിയും കഴിച്ചാൽ മതി കെട്ടുപോകും, ഡിസൂസ പറഞ്ഞു. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, കുടിക്കൂ, ഒരു തരക്കേടുമില്ല, കോരൻ നിർബന്ധിച്ചു. ഡിസൂസ വാങ്ങിക്കുടിച്ചു. മതി കെട്ടു. ഉറക്കമായി. എന്തു ചെയ്താലും അറിയില്ല. ആ നിലയായി. കോരൻ എഴുന്നേറ്റു. കഠാരി ഉയർത്തി. ആഞ്ഞൊരു കുത്ത് നെഞ്ചിൽ. തൽക്ഷണം മരിച്ചു ഡിസൂസ. കോരൻ ശവം വലിച്ചിഴച്ചു. കടലിലേക്ക് ഒരു തള്ള്. എന്നിട്ട് മടിയിൽ നിന്ന് ഡപ്പിയെടുത്ത് തുറന്നു. ഒരു പച്ച ഗുളിക വിഴുങ്ങി. ഒരു നിമിഷം കോരൻ നിന്നിടത്ത് കോരനില്ല. പകരം ഡിസൂസ കപ്പിത്താൻ. ബൂട്ട്സ്, കാൽച്ചട്ട, കുപ്പായം, കൂർത്ത താടി, മേലോട്ട് വളഞ്ഞ മീശ, തൊപ്പി, എല്ലാം. നിറവും മാറി. തനിപ്പറങ്കി. വേഷം മാത്രമേ മാറിയുള്ളൂ. ഉള്ളിൽ കോരൻ തന്നെ ആയിരുന്നു. അയാൾ താഴത്തെ തട്ടിൽ എത്തി. തീൻ കഴിച്ചു. വെപ്പുകാരൻ പറങ്കി ചോദിച്ചു, ആ നാട്ടുകാരൻ എവിടെ? അയാൾക്ക് തീൻ വേണ്ടേ? കോരൻ ചിരിച്ചിട്ട് പറഞ്ഞു, അവൻ കടലിൽ ചാടിക്കളഞ്ഞു. നിങ്ങളാരും കേട്ടില്ലേ ശബ്ദം? വെപ്പുകാരൻ പറഞ്ഞു, എന്തോ വെള്ളത്തിൽ വീഴും പോലെ കേട്ടു. ഞങ്ങൾ അതത്ര കാര്യമാക്കിയില്ല. അവൻ എന്തിന് വെള്ളത്തിൽ ചാടിച്ചത്തോ എന്തോ? ഡിസൂസയായ കോരൻ, അഥവാ കോരനായ ഡിസൂസ സന്തോഷിച്ചു. കൊള്ളക്കപ്പൽ സ്വന്തമായി. ജീവിക്കാൻ നല്ല വഴി കിട്ടിയില്ലേ? ഇനി ധാരാളം കൊള്ളയടിക്കണം. വേണ്ടുവോളം സമ്പാദിക്കണം. പുതിയ പറങ്കി കപ്പിത്താൻ്റെ കൊള്ളക്കപ്പൽ കടലിൽ സഞ്ചരിച്ചു തുടങ്ങി.